ബീഡി തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ചും സമരവും സംഘടിപ്പിച്ചു. കാസർഗോഡ് താലൂക്ക് ബീഡി ലേബർ യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സമരത്തിലും നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ബീഡി തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബീഡി തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചും സമരവും സംഘടിപ്പിച്ചു. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി ബീഡി തൊഴിലാളികൾ പങ്കെടുത്തു. കാസർഗോഡ് താലൂക്ക് ബീഡി ലേബർ യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ചും സമരവും നടത്തിയത്. LIC ഓഫീസ് പരിസരത്ത് നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംഘടിത മേഖലയിലെ തൊഴിലാളികളെ അസംഘടിതരാക്കി മാറ്റി, അരാഷ്ട്രീയവാദികളാക്കി മാറ്റി അവരെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ആവശ്യമായ തരത്തിലാണ് ഈ നിയമനിർമ്മാണ കാര്യവും നമ്മൾ ഗൗരവപൂർവ്വം കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നയത്തിനായിട്ടുള്ള പോരാട്ടം ജൂലൈ മാസം നമ്മൾ വലിയ പണിമുടക്കം നടത്തി. 26 കോടി തൊഴിലാളികൾ പങ്കെടുത്തു. 26 കോടി തൊഴിലാളികൾ. ഈ കഴിഞ്ഞ 16-ാം തീയതി വീണ്ടും നമ്മൾ ഡൽഹിയിൽ ചേർന്നു. കർഷക തൊഴിലാളികളും കൃഷിക്കാരും തൊഴിലാളികളും സംയുക്തമായി ചേർന്നപ്പോൾ തീരുമാനിച്ചത് ഈ നിയമം പിൻവലിക്കുന്നവരെ സമരമെന്നാണ്. നവംബർ ഡിസംബർ മാസത്തിൽ വീണ്ടും നമ്മൾ പണിമുടക്കിലേക്ക് പോവുകയാണ്. ഏകദിന പണിമുടക്കല്ല, ഈ നിയമം മാറ്റുന്നവരെ പണിമുടക്കണമെന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. രാജ്യത്ത് എല്ലാ സ്ഥലത്തും ഈ ക്യാമ്പയിൻ നടക്കണം. പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളും അപകടം മനസ്സിലാവണം. CIT-കാർ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ഇടതുപക്ഷക്കാർ മാത്രം മനസ്സിലാക്കിയാൽ പോരാ. പണിയെടുത്ത് ജീവിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട തൊഴിലാളികൾക്കും ഇതിൻ്റെ ഗൗരവം വരണം. ഇത് എൻ്റെ ജീവിതത്തെ തകർക്കുന്ന, എൻ്റെ കുടുംബത്തെ തകർക്കുന്ന നിയമമാണ്. ഈ നിയമം വേണ്ട എന്ന് ഒറ്റക്കെട്ടായി പറയുന്ന തരത്തിലേക്ക് പ്രചരണം വ്യാപകം നടത്തണം. അതിനാവശ്യമായ ക്യാമ്പയിൻ നമുക്ക് തുടരാം. നമ്മുടെ ജില്ലക്കകത്തെ, താലൂക്കിനകത്തെ മുഴുവൻ ബീഡി തൊഴിലാളികൾ അണിനിരത്തി നമ്മുടെ സംഘടന ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. A. നാരായണൻ അധ്യക്ഷത വഹിച്ചു. M. ലളിത സ്വാഗതം പറഞ്ഞു. ബീഡി തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി K. ഭാസ്കരൻ, നേതാക്കളായ ഗിരികൃഷ്ണൻ, M. സരോജിനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.